വരെ നമ്മൾ ആലോചിക്കുകയാണ്. 1446 കൊല്ലം മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടത് എവിടെ നിന്നായിരുന്നു? അതേ, അവിടുത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ വീട് എവിടെയായിരുന്നു? ഉംറ കഴിഞ്ഞ് സഅയ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മറുവയുടെ ഇടതു സൈഡിൽ ഞങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു. ആ വീടിന്ന് അവിടെയില്ല, അണ്ടർഗ്രൗണ്ടിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർ യമാനി അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ഏകദേശം 25 കൊല്ലം മുമ്പ്. ഒരുപക്ഷെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ആലോചിച്ചു. 1446 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു സഫർ അവസാന ദിവസം നമ്മുടെ എല്ലാമായ പുണ്യപ്രവരർ ഈ മക്കയുടെ അനുഗ്രഹീത ഭൂമികയിൽ നിന്ന് പലായനത്തിന്റെ പാദം ചലിപ്പിച്ചു തുടങ്ങിയത് എങ്ങോട്ടാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വീട്ടിലേക്കാണ്. ആ വീട് എവിടെയാണ്? അതാ മക്കയിലെ അബറാജു മക്ക എന്ന ഒരു കെട്ടിടം ഇന്നുണ്ട്. ക്ലോക്ക് ടവറിന്റെ തൊട്ടടുത്ത് ദാറുൽ തൗഹീദിന്റെയും ക്ലോക്ക് ടവറിന്റെയും ഇടയിലുള്ള അബറാജു മക്ക എന്ന ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു സിദ്ദീഖ് തങ്ങളുടെ വീടുണ്ടായിരുന്നത്. അവിടേക്കാണ് നമ്മുടെ പുണ്യപ്രഭു നടന്നു ചെന്നത്. അവിടെ ഇന്ന് ആ വീടില്ല. പക്ഷേ ആ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്, ഒരു മുസല്ലയുണ്ട്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോയത്? കിതാബുകൾ മറിച്ചു നോക്കുമ്പോൾ കഅബാലയത്തിൽ നിന്ന് 75 മീറ്റർ ദൂരമുള്ള ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട് ഹസ്വിറയിലെ വീട്ടിലേക്കാണ് പോയത്. ഞങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ അതിന്ന് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗമാണ്. അതറിയിക്കുന്ന ഒരു തൂണവിടെയുണ്ട്. ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആധുനിക ഗവേഷകന്മാർ ആ ചിത്രം കൊടുത്തത് കൊണ്ട് ഞങ്ങൾ ആ തൂണിന്റെ അടുത്ത് പോയി നിന്നു. അവിടെ ഒരു ഓർമ്മയുണ്ട്. 1446 കൊല്ലം മുമ്പ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ധമനികളോട് ചേർന്ന് കിടക്കുന്ന പ്രണയത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്. ഇവിടെ നിന്ന് മദീനയിലേക്കുള്ള സമ്മാനമാണ് സ്വലാത്ത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ മിടിപ്പിനോട് ലയിച്ചു കിടക്കുന്ന പ്രണയത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നാണ് കഅബയോട് സങ്കടം പറയുന്നത്, ദുഃഖം പറയുന്നത്. ഈ നാട്ടുകാരെന്നെ നിർബന്ധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ മക്ക വിട്ടു പോകുമായിരുന്നില്ലെന്ന് മക്കയോട് യാത്ര പറഞ്ഞ പോയിന്റാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? നമുക്കിന്ന് മനസ്സിലാകുന്ന അടയാളം പറഞ്ഞാൽ ശാരിഉ ഇബ്രാഹിമുൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ പേരിൽ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു റോഡുണ്ട്. ദർബുൽ അംബിയാ, അംബിയാക്കന്മാര് നടന്നുപോയ വഴിയാണ്. ഇന്ന് മക്കയിലെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് നിൽക്കുന്ന അൽ അമാനത്തുൽ ആസിമത്തുൽ മുഖദ്ദസ എന്ന ഓഫീസുള്ള സ്ഥലം. അവിടേക്കാണ് പിന്നെ നമ്മുടെ നേതാവ് സയ്യിദുൽ അബ്റാർ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയത്. അതേ, ആ അമാനത്തുൽ ആസിമത്തുൽ മുഖദ്ദസയുടെ ഓഫീസിന്റെ അടുക്കൽ നിന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് എങ്ങോട്ടാണ്? 5.5 കിലോമീറ്റർ അകലെയുള്ള ജബൽ സൗറിന്റെ താഴ്വരയിലേക്കാണ്. 5500 മീറ്റർ ദൂരത്തേക്ക് എന്റെയും നിങ്ങളുടെയും നേതാവ് കാലത്തിന്റെ ഇന്നലകളിൽ ചുട്ടു
ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീതുപ്പുന്ന പാറകളുടെ ചാരത്തുകൂടെ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ കീഴെ ലോകഗുരുവായ തിങ്കൾ നബി നടന്നു പോവുകയാണ്. കൂടെയുള്ളതാരാണ്? അവിടുത്തെ എല്ലാമായ സാഹിബുഹു ഫിൽ അസ്ഫാർ റദീഫുഹു ഫിൽ അസ്ഫാർ സാഹിബുഹു ഫിൽ ഗാർ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുപോയി. ജബൽ സൗറിന്റെ താഴ്വാരത്ത് പോയി. പിന്നീട് അവിടുന്ന് എങ്ങോട്ട് പോയി? ഞങ്ങളും സഫർ 29 ജബൽ സൗറിന്റെ താഴെ ചെല്ലുമ്പോൾ ഒരു വികാരമുണ്ട്. 1446 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്ഥലം. അവിടുന്ന് 730 മീറ്റർ ഉയരത്തിലേക്ക് നടന്നുപോയി. ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുകളിൽ ചെല്ലുമ്പോൾ കപ്പൽ കമിഴ്ത്തി വെച്ചതുപോലെ ഒരു ചെറിയ എൻട്രൻസോടുകൂടിയ ഒരു ഗുഹയുണ്ട് ജബൽ സൗറിലെ. സൗർ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്ദിഖു ഫിൽ ഗാരി വസ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി മൗലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. 3 ദിവസം അവിടെയാണ് നമ്മുടെ നേതാവ് താമസിച്ചത്. യാ റസൂലല്ലാഹ് കറം കീജേ ഖുദാ കേ വാസ്തേ ചമൻ ചമൻ കെ ദിൽ കശി ഗുലോं के ही वशबनमी वैतन प्यार नामो है नबी 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 സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അവിടെ കഴിച്ചു. ഞങ്ങൾ ഒരു രാത്രി അവിടെ കഴിച്ചു. 3 ദിവസം നിൽക്കാൻ നമുക്ക് സാധിക്കണില്ല. പ്രാഥമിക സൗകര്യമൊന്നും ഇല്ലല്ലോ, നമുക്കവിടെ നിൽക്കാൻ കഴിയണില്ല. പക്ഷേ അതിന്റെ താഴ്വാരത്ത് ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞുകൂടി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ദിവസങ്ങളിൽ പോയിടത്തുകൂടി സഞ്ചരിക്കാൻ പോയ നമ്മുടെ ഒരു അശക്തിയാണ്. സാധിക്കണില്ല. എന്നാലും ആ പോയ വഴിയിലൂടെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റബീഉൽ അവ്വൽ 3 സഞ്ചാരത്തിന്റെ 4-ാം ദിവസം താഴ്വരയിലേക്ക് ഇറങ്ങിയിട്ട് വാദി ഉസ്ഫാനിലേക്ക് പോയി. ഞങ്ങൾക്ക് വഴി കാണിക്കാൻ 2-3 പണ്ഡിതന്മാരുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 1446 കൊല്ലം മുമ്പ് സഞ്ചരിച്ച ആ വഴിയിലൂടെ ഈ അടുത്ത കാലത്ത് സഞ്ചരിച്ച് ഫോട്ടോഗ്രാഫിക് ജേർണി ആൽബം പ്രസിദ്ധീകരിച്ച ഡോക്ടർ അബ്ദുള്ള അൽ ഖാദി 60 പ്രാവശ്യം ആ വഴിയിലൂടെ സഞ്ചരിച്ചു. മാഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന ഷെയ്ഖ് ജമാൽ 100 പ്രാവശ്യം ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ പല പ്രാവശ്യവും കാൽനടയായി പോയ ഒരു വലിയ മനുഷ്യന്റെ കൂടെയാണ് ഞങ്ങൾ പോയത്. നമുക്കല്ലാണ്ട് വഴി അറിയില്ലല്ലോ. ഇന്നത്തെ മദീനയുടെ സാധാരണ വണ്ടി പോകുന്ന അല്ലെങ്കിൽ അക്കാലത്തെ കാഫിലകൾ സഞ്ചരിച്ചിരുന്ന ഇന്ന് പഴയ മദീന റോഡ് എന്ന് പറയുന്ന കാഫിലകൾ പോണ വഴിയുമല്ല, ഇന്ന് നമ്മുടെ പോകുന്ന സൂപ്പർ വേ പോണ വഴിയുമല്ല, ഇന്ന് നമ്മുടെ ഹറമൈൻ ട്രെയിൻ പോകുന്ന വഴിയുമല്ല. അതെല്ലാം ചില സ്ഥലത്ത് ഇങ്ങനെ ക്രോസ് ആവും. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ട്രെയിൻ പോകുന്നത് അതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു.
അങ്ങനെ പവിത്രമായ മദീനയിലേക്കുള്ള സഞ്ചാരം ഈ യാത്രയുടെ പറയാനുള്ള നേരമില്ല, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരണില്ല. പക്ഷേ ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ ഒരു പോയിന്റ് ഉണ്ട്. വാദി ഉസ്വാനിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോയപ്പോൾ വിജനമായ മരുഭൂമിയിൽ ഒരു ഭാഗത്ത് മണൽപ്പരപ്പ്, മറുഭാഗത്ത് മലകളുടെ നിരകളാണ്, മലനിരകളാണ്. ചുട്ടുപൊള്ളുന്ന ഉച്ച സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും അവിടെ എത്തി. ഒരല്പസമയം എന്റെ പൊന്നിനൊന്ന് വിശ്രമിക്കണല്ലോ എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് തോന്നി. എവിടെയാണ് ഇവിടെ വിശ്രമിക്കാൻ? അപ്പോഴാണ് ഒരു പാറ ഇങ്ങനെ നിൽക്കുന്നു. അസ്സഖ്റത്തു തവീല എന്നാണ് കിതാബ് പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ നീണ്ട പാറയുടെ താഴെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരിച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരല്പസമയം വിശ്രമിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ആ പാറ എവിടെയുണ്ട്? പഞ്ചാര മണല് താഴെയുണ്ട്. ആ മണൽപ്പരപ്പ് കാറ്റുകൊണ്ട് മണല് നീങ്ങിയെന്നല്ലാതെ ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. ആ പാറയിൽ ആരും പെയിന്റ് അടിച്ചിട്ടില്ല, ആരും സിമന്റ് തേച്ചിട്ടില്ല. ഇപ്പോഴും കഥ പറഞ്ഞുകൊണ്ട് മരുഭൂമിയുടെ നടുവിലുണ്ട് അസ്സഖ്റത്തു തവീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ തണൽ കൊണ്ട് ആ നീണ്ട പാറ എവിടെയുണ്ട്? അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നും അത്ഭുതമാണ്. ഉമ്മ മഅബദുൽ ഖുസാഇയ്യ റളിയല്ലാഹു അൻഹയുടെ ഖൈമയുണ്ടായിരുന്ന സ്ഥലം. ഒരു നിർമ്മാണം അവിടെ ഇല്ല, ഖൈമയുടെ അവശിഷ്ടങ്ങളും ഇല്ല. ഇന്ന സ്ഥലത്താണെന്ന് ഗവേഷകന്മാർ, പണ്ഡിതന്മാർ പറഞ്ഞു തന്ന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇന്നും പഠിതാക്കൾ അവിടെ എത്തുന്നു. അറിയുമോ സഹോദരങ്ങളെ, ഞങ്ങൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള ഗൈഡുകളൊക്കെ എടുത്തു. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? നോക്കുമ്പോ അവിടെ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹയ്യുറായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ തങ്ങളും എവിടെ ഒരു സ്ഥലത്ത് വെച്ചാണോ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പരിഭ്രമിച്ച ഒരു നിമിഷമുണ്ട്. അവിടെ ഇന്നും നമ്മൾ എന്ന വേജാറായി പോകും. അത്രയും ചെങ്കുത്തായ സ്ഥലങ്ങളും കുറെ മലനിരകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് അബവാഇന്റെ പരിസരത്ത്. ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഞ്ചരിച്ച വഴി ഇതുപോലെ കൃത്യമായി ലോകം കാണുകയാണ്. അറിയുമോ, ഇതേ ഗവേഷകന്മാർ ദർബുൽ അംബിയ എന്നൊരു കിതാബ് വേറെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 21 ദിവസം കൊണ്ട് നടത്തിയ ഹജ്ജ് യാത്രയുടെ റൂട്ട് മാപ്പാണ്. ഒരു പോയി 21 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തിയ ഹജ്ജ് നിർവഹിച്ച ദിവസങ്ങളടക്കമുള്ള യാത്ര. ആ 21 ദിവസത്തെ പിക്ചറൈസ് ചെയ്ത പഠനങ്ങളുണ്ട്. അവൻ നമ്മളിൽ ജീവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിഞ്ഞുപോയ ഒരു നേതാവല്ല, കേവലം നമ്മുടെ ഓർമ്മയിലുള്ള ആളല്ല. ഏറ്റവും വ്യക്തമായി പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ഓരോ വിശ്വാസിക്കും ഒരു സന്തോഷമുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് ഖബർ ശരീഫിലേക്ക് വെച്ചത് മുതൽ ഇന്ന് വരെ മദീന വിജനമായിട്ടില്ല. വേറെ ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാണ്ടല്ലോ. ഖബറടക്കിയത് മുതൽ ഇന്ന് വരെ അവിടെ നാളൊഴിയാതെ കണ്ണിലെണ്ണയൊഴിച്ച് നോക്കിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫിലേക്ക് വെച്ചിട്ട് ഇതുവരെയും മദീന കണ്ണടച്ചിട്ടില്ല എന്ന് പറയാം. ഇതുപോലെ ഒരു നേതാവിനെ ലോകത്തുനിന്ന് അവതരിപ്പിക്കാനേ സാധ്യമല്ല. കോവിഡ് കാലത്തും മസ്ജിദുൻ നബവിയിൽ നിന്ന് ആളൊഴിഞ്ഞിട്ടില്ല. പിന്നെ ചരിത്രത്തിൽ മസ്ജിദുൻ നബവിയിൽ ആളൊഴിഞ്ഞത് അയ്യാമുൽ ഹറയിലാണ്. ഹറാ യുദ്ധ സമയം. അന്നും സഈദ് ബിൻ മുസയ്യബ് തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലുണ്ടായിരുന്നു.
അന്നും സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പോയില്ല, പള്ളിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ ലോകം മുഴുവനും കണ്ണിൽ എണ്ണയൊഴിച്ച് താലോലിച്ചുകൊണ്ട് നടക്കുന്ന അനുരാഗത്തിന്റെ അത്ഭുത പ്രതിഭാസമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആँखों के तारा दिल के सहारा. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം ഹൃദയത്തിലും കണ്ണിലും കൽബിലും താലോലിച്ചതുപോലെ ലോകത്തൊരു വ്യക്തിയെയും ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെയുള്ള സയ്യിദുൽ അബ്റാർ ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് കൽബറിഞ്ഞ് സ്നേഹിക്കണം സഹോദരാ. അതൊരു മധുരമാണ്, അതൊരു നിധിയാണ്, അതൊരാശ്വാസമാണ്, ഏകാന്തതയിലെ ഒരു സമ്പന്നതയാണ് മദീനത്തെ ഒരു ഹൃദയം. ഒറ്റക്കിരിക്കുമ്പോഴുള്ള ആനന്ദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൂട്ടത്തിൽ നിൽക്കുമ്പോഴുള്ള അഭിമാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പരിഭ്രമിക്കുമ്പോഴുള്ള അഭയസ്ഥാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കരുണയുടെ അരുണ പ്രവാഹങ്ങളെ ലോകത്തിനു നൽകിയിട്ട് ഉലകത്തെ മുഴുവനും ഉദാരതയിലേക്ക് കൊണ്ടുപോയ ഉജ്ജ്വലമായ വിലാസമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല, എഴുതിയിട്ടെവിടെയെങ്കിലും എത്തിക്കാനാവില്ല. പ്രഭാവങ്ങളും വിലാസങ്ങളും മുഴുവനും ചേർത്തു വെച്ചാലും ഒരിക്കലും അവസാനിപ്പിക്കാനാവാത്ത മഹാപ്രപഞ്ചമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കാൻ തുടങ്ങിയാലുണ്ടോ തീരണ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം 900-ഓളം ദിവസത്തോടടുക്കുകയാണ് നമ്മുടെ ട്വീറ്റുകൾ, നമ്മുടെ കുറിപ്പുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓരോ ദിവസവും എഴുതുന്ന ചെറിയ കുറിപ്പുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇന്നത്തെ ട്വീറ്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വന്നത്. അതിന്റെ ആദ്യത്തെ 500 ദിവസത്തെ കുറിപ്പുകൾ 4 വാള്യം 1400-ഓളം പേജുകൾ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ വാങ്ങി വായിക്കണം. അത് ഞാൻ എഴുതിയ പുസ്തകം നിലക്കല്ല, അതിന്റെ പ്രമേയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ 3 വാള്യം ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വായിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാജീവിതം, അവിടുത്തെ ഓരോരോ ചെറിയ ചെറിയ അധ്യായങ്ങളും ലോകം കണ്ണിൽ കരുതി കാത്തുവെച്ചിരിക്കുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇന്നത്തെ കുറിപ്പിൽ നിങ്ങൾക്ക് കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു പ്രതികരിച്ചത് എന്നാണ് അതിന്റെ പ്രമേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരത്തുണി, തലപ്പാവ്, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ കരിമ്പടം, അവിടുത്തെ കമ്പിളി, ഇതെല്ലാം എണ്ണി എണ്ണി പറയുന്ന കുറിപ്പുകളാണ്. ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തെ താലോലിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നതാണ്. ചില അധ്യായങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിച്ചു പോയി, എന്താപ്പത് സ്വഹാബത്ത് ഇത്രയും ചെറിയ കാര്യം പോലും. അതാ അവിടുന്ന് കമ്പിളി വസ്ത്രം ധരിച്ചിരുന്നപ്പോൾ അതിന്റെ അഗ്രത്തിലുണ്ടായിരുന്ന നൂലുകൾ അവിടുത്തെ കാൽപാദത്തിലേക്ക് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്വഹാബി എഴുതിയത്. അത് വായിക്കുമ്പോൾ കുറെ നേരം ഇരുന്ന് അത്ഭുതപ്പെട്ടു പോകും. എത്ര സൂക്ഷ്മമായി അവിടുത്തെ മേൽമുണ്ട് ചുറ്റിയിരിക്കുമ്പോ അതിന്റെ അഗ്രത്തിലുള്ള നൂലുകൾ അവിടുത്തെ പാദത്തിലേക്ക് കിടക്കുന്നു. ഒന്ന് കണ്ണിൽ കൊണ്ടുവന്ന് നോക്കൂ ആ ചിത്രം. സ്വഹാബി അതുപോലെ പകർത്തി വെച്ചു.
നമ്മൾ ഇന്ന് വിഷ്വൽ മീഡിയയുള്ള കാലത്ത് എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് എത്ര ആള് കാണും, എത്ര കാലം കാണും? അതൊന്നുമില്ലാതെ സ്വഹാബത്ത് ഹൃദയത്തിൽ പകർത്തിയ ചിത്രം ലോകം മുഴുവനും ഇപ്പോഴും കാണുകയാണ്, ഇപ്പോഴും അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തുന്നൽക്കാരൻ സൽക്കാരത്തിന് വിളിച്ചു. ഏത് പാവപ്പെട്ടയാൾ വിളിച്ചാലും സൽക്കാരം സ്വീകരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. കൊണ്ടുവച്ച കറിയിൽ നിന്ന് ചരങ്ങയുടെ കഷ്ണങ്ങൾ അവിടുന്ന് തെരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു. അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, പിന്നീട് എൻ്റെ വീട്ടിലുണ്ടാക്കിയ എല്ലാ കറിയിലും ചരങ്ങ ഒരു വിഭവമായിരിക്കും. എനിക്കത്രക്ക് ഇഷ്ടമാണ്, കാരണം എൻ്റെ ഹബീബിന് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബസറയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്, ഇറാഖിലെ. അവിടെ ചെന്നപ്പോൾ നല്ല സോഫ്റ്റായ പത്തിരിയും നല്ല സോഫ്റ്റായ ആട്ടിൻ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ കറിയും കൊണ്ടുവച്ചപ്പോൾ അനസ് ബിൻ മാലിക് തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. എന്തേ അനസേ കരയും? മറ്റൊന്നുമല്ല, ഇത്രയും മാർദ്ദവമുള്ള ഭക്ഷണം എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടില്ല. അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോവുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളുടെ വീട്ടിലേക്ക് മഹാന്മാരായ സ്വഹാബികളിലുള്ള ചെറുപ്പക്കാർ ചെന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന ഭക്ഷണം ഒന്നുണ്ടാക്കി തരണം. ഗോതമ്പിന്റെ പൊടിയെടുത്ത് ഒരരിപ്പയില്ല, അതിലെ ഉമിയൊന്ന് ഊതി പറത്തിക്കളഞ്ഞു, ഒരു പാത്രത്തിലിട്ടു, അല്പം ഉപ്പോ കുരുമുളകോ എന്നിട്ട് കൊണ്ടുവച്ചു. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്ന ഭക്ഷണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇക്കാലത്ത് ചിലപ്പോൾ അത് ദഹിക്കൂല, അത്രയും ലളിതമായിരുന്നു ആ ജീവിതം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരോ അടരുകളെയും ഓരോ ദിനങ്ങളെയും ഓരോ സഞ്ചാരങ്ങളെയും ഓരോ ചലനങ്ങളെയും അതിമനോഹരമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അത് വായിച്ച് അറിഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് നമ്മുടെ ഖൽബ് മദീനയിലേക്ക് എത്തുന്നത്. അൽ ഈമാനു യരിദു ഇലൽ മദീന ജനൈതോ കൽ ഹം മദീന ജായേംഗേ. നമ്മൾ മദീനയിലേക്ക് പോണം, ഖൽബ് കൊണ്ട് എപ്പോഴും പോണം. നമ്മുടെ മക്കൾ മദീനയിലായിരിക്കണം ഹൃദയം കൊണ്ട്. അപ്പോൾ അവർക്ക് ലിബറലിസത്തിന്റെ ബാധയുണ്ടാവില്ല. അപ്പോൾ കലാലയങ്ങളുടെ നടുമുറ്റത്ത് നടക്കുന്ന അനാവശ്യങ്ങളുടെ കാമകേളികൾ അവരെ മതിക്കുകയില്ല. എവിടെയായിരിക്കുമ്പോഴും മനസ്സു മദീനയിലായിരിക്കണം. എവിടെയായിരിക്കുമ്പോഴും ലോകത്തെ ഏറ്റവും പുണ്യമുള്ള നഗരി മദീനയിലായിരിക്കണം നമ്മുടെ ഹൃദയം. ലോകത്ത് 100ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു എഴുത്തുകാരൻ മുൽഹിമുൽ ആലം എന്ന പുസ്തകത്തിൽ എഴുതിയത്, ലോകത്ത് പല അങ്ങാടികൾക്കും വിശേഷണങ്ങളുണ്ട്. ബ്ലൂ സിറ്റി, ഹിസ്റ്ററിക്കൽ സിറ്റി, അതുപോലെ തന്നെ പല പേരും ഉണ്ടാവും. എല്ലാ പേരുകളും എണ്ണിയിട്ട് പറഞ്ഞു, ലോകത്തെ ഇങ്ങനെ വിശേഷങ്ങളുള്ള എല്ലാ നഗരങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ മദീനയുടെ അടുക്കൽ അതൊന്നും എത്തില്ല. ഞാൻ എൻ്റെ ഹബീബിന്റെ മദീനത്ത് വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി ഒരു നഗരവും ഒരു നഗരമല്ല. കോട്ടകളുടെ നഗരം നഗരമായി എനിക്ക് തോന്നിയില്ല. മിനാരങ്ങളുടെ നഗരം നഗരമായി എനിക്ക് തോന്നിയില്ല. ഏറ്റവും ഹരിതാപമായ നഗരം എനിക്ക് നഗരമായി തോന്നിയില്ല. എന്റെ ഹൃദയത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നഗരം മദീനത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ നഗരമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബ് മദീനയിലേക്ക് വരണം.
ചെറുപ്പത്തിലെ നമ്മുടെ കൽബിൽ മദീന വരണം. നമ്മുടെ ട്രെൻഡും നമ്മുടെ വിചാരങ്ങളും അത് മദീനയോട് ചേർത്ത് വെക്കാൻ എപ്പോഴാണോ ആവുന്നത്, അപ്പോഴാണ് നമ്മുടെ കൽബിൽ പ്രകാശം തെളിയുന്നത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. മഹാന്മാരായ 4 ഖലീഫമാരുടെ കാലത്തിന് ശേഷം ഖലീഫയായി വന്നയാളാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു വിവരം കിട്ടുകയാണ്. ബസറയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, യശ്ബഹു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറിയ രൂപത്തിൽ രൂപസാദൃശ്യമുള്ള ഒരാൾ ബസറയിലുണ്ട് എന്ന വിവരം ഖലീഫയായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹം അറിഞ്ഞു. ഉടനെ എന്താ ചെയ്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൂർണ്ണമായി സാദൃശ്യമുള്ള ആരുമില്ല, എന്നാൽ ചില രീതിയിൽ സാദൃശ്യമുള്ളവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം പോലെയായിരുന്നു ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ നടത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം പോലെയായിരുന്നു. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ കരഞ്ഞിട്ടുണ്ട് ഫാത്തിമ ബീവി വരുമ്പോൾ മുത്തുനബിയെ ഓർത്തിട്ട്. അവിടുത്തെ ശബ്ദം അങ്ങനെയായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയ്ക്ക് സാദൃശ്യമുണ്ടായിരുന്നു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സാദൃശ്യമുണ്ടായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾക്ക് സാദൃശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രചരണം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഖുസം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ കാണാം, അഷ്ബഹുൻ നാസി ബി ഖൽഖൻ വ ഖുലുഖാ. അല്ലയോ ഖുസമേ, നിങ്ങൾ എന്നോട് സ്വഭാവത്തിലും ശാരീരിക ലാവണ്യത്തിലും സാദൃശ്യമുള്ളയാളാണല്ലോ. അങ്ങനെ ചിലരും. അപ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അറിഞ്ഞു, ബസറ പട്ടണത്തിൽ ഒരാളുണ്ട്, കാബിസ് ബിൻ റബീഅ എന്നയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ളയാളാണ്. ഉടനെ മുആവിയ റളിയല്ലാഹു അൻഹു ആളെ അയച്ച് ക്ഷണിച്ചു വരുത്തി മദീനയിലേക്ക്. ഭരണാധികാരിയുടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റുപോയി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് ഒരുപാട് ഉപഹാരങ്ങൾ കൊടുത്തു. എന്തേ ഭരണാധികാരി ഇങ്ങനൊക്കെ ചെയ്യുന്നത്? കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യം കാണുമ്പോൾ ഒരു ഓർമ്മ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബസറയിലായിരുന്നല്ലോ. അപ്പോഴൊക്കെ അനസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നുണ്ട്. ഇതായിരുന്നു സ്വഹാബത്തിന്റെ സ്നേഹം. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വേണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിവിടെയുള്ള വലിയൊരു അനുഗ്രഹം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ളവർ, അവിടുത്തോടടുത്തു നിന്നവർ, മഹാന്മാരായ സ്വഹാബികൾ, താബിഈങ്ങൾക്ക് വല്ല സമ്മാനവും നൽകിയാൽ അവര് പറയും, ചിലപ്പോൾ അവര് പറയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കണ്ണുകളല്ലേ നിങ്ങളുടേത്? തുഫാഹത്തുൻ മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിയദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സാബിത്തുൽ ബുനാനി തങ്ങളെന്ന ശിഷ്യന് അനസ് ബിൻ മാലിക് തങ്ങൾ ഒരു ആപ്പിൾ കൊടുത്തപ്പോൾ ചാടിപ്പിടിച്ച് കഴിക്കുകയല്ല. തുഫാഹത്തുൻ മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിയദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തട്ടിയ കയ്യിൽ വെച്ച ആപ്പിളാണല്ലോ.
അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയത്തിൽ ഓർത്തു ചേർത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിലും മഹബത്തിലും എപ്പോഴും ഉണ്ടാകണം സയ്യിദുൽ അബ്റാരി ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് മജ്ലിസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുള്ള ഇഷ്ടാകണം. സ്വലാത്ത് മജ്ലിസിലേക്ക് വരുമ്പോൾ പടച്ചോനെ ഞാൻ എൻ്റെ കടം വീട്ടാൻ വേണ്ടി സ്വലാത്തിന് പോണ്, രോഗം മാറാൻ വേണ്ടി സ്വലാത്തിന് പോണ്, എൻ്റെ കച്ചവടം ഉഷാറാവാൻ വേണ്ടി സ്വലാത്തിന് പോണ്, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ രണ്ടാം സ്ഥാനത്ത് വെക്കാൻ. അപ്പൊ നമുക്ക് വേണ്ടിയായിരിക്കും പോവാ. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന് വേണ്ടി പോകണം. രണ്ടും രണ്ടാണ്. എന്തിനാണ് മോനെ മദീനയിലേക്ക് വന്നത്? എനിക്ക് മദീന ഒന്ന് കാണാൻ വന്നതാണ്. എന്തിനാണ് മോനെ ഇവിടേക്ക് വന്നത്? അവിടുത്തെ തിരുമുഖം ഒന്ന് നോക്കിയിരുന്ന് ആനന്ദിക്കാനാണ്. എന്തിനാണ് വന്നത്? കച്ചവടം ചെയ്യാൻ വന്നതാണ്. തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അജണ്ട ഈ മജ്ലിസിലേക്ക് വരുമ്പോ എൻ്റെ കൽബിലേക്ക് മഹബത്ത് വർദ്ധിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയമുള്ള ആളാവണം. സ്വലാത്ത് കൊണ്ട് എനിക്ക് ആത്മീയ സന്തോഷം കിട്ടണം. കൂട്ടത്തിൽ കച്ചവടം ഉണ്ടായിക്കോട്ടെ, കൂട്ടത്തിൽ ഹലാലായ മുറാദ് ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഉണ്ടാവണം. നമ്മൾ ബദരീങ്ങളെ ബഹുമാനിക്കണം. എങ്ങനെ? എൻ്റെ കടം വീട്ടാൻ പറ്റുന്നതാണ് ബദരീങ്ങളെ ചൊല്ലല്. അപ്പൊ സ്നേഹം ബദരീങ്ങളോടാണോ നമ്മളെ കടം വീട്ടാനാണ്? ബദരീങ്ങളെ അല്ലാഹുവിന്റെ ജുനൂദാണെന്ന നിലക്ക് മഹബത്ത്. ബദരീങ്ങൾ ഓരോ മക്കളെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഓരോ പൊരനെ കുറിച്ച് ആലോചിച്ചില്ല, ഓരോ കച്ചവടത്തെ കുറിച്ച് ആലോചിച്ചില്ല. അവർ അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു. അപ്പൊ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആളുകളാണെന്ന നിലക്കാവണം. അഹ്ലുല്ലാഹ് എന്ന നിലക്ക് അവരെ മഹബത്ത് വെക്കണം. പിന്നെ രണ്ടാമത് അവരോട് പറയാം, വലിയ ഉസ്താദുമാരെ കാണാൻ വരുമ്പോ എന്താ വന്നത്? ഉസ്താദിനൊന്ന് കാണുമ്പോ എനിക്കൊരു സന്തോഷമാണ്. ആ സ്നേഹ ബഹുമാനങ്ങളോടെ കാണാൻ വന്നതാണ്. പിന്നെ കൂട്ടത്തില് മോളെ കല്യാണം ഉണ്ട്, റായത്തായി നടക്കണം. അതല്ല ആയെന്ന് തന്നെ പറയാം. എന്തേ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? മോളെ കല്യാണം ഉണ്ടോന്ന് ശരിയാവണില്ല. അപ്പൊ ആർക്ക് വേണ്ടി വന്നേ? അയാളൊരു കാര്യം നേടാൻ വേണ്ടി വന്ന, മഹബത്ത് കൊണ്ട് വന്ന ആൾക്ക് ആദ്യം അത് പറയാൻ കഴിയില്ല. മഹബത്ത് കൊണ്ട് വന്ന ആൾക്ക് അത് ആദ്യം പറയാൻ കഴിയില്ല. നമ്മൾ മഹബത്ത് വെക്കണം ലില്ലാഹ്. ബദരീങ്ങളെ മഹബത്ത് വെക്കുന്നത് ലില്ലാഹി ലില്ലാഹി ലില്ലാഹ്, അല്ലാഹുവിനുള്ള മഹബത്താണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. സങ്കടം പറയാൻ പിന്നെ നമ്മൾ എവിടേക്ക് പോവാ? നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കല്ലാതെ. അത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ മഹബത്ത് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നത് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട്. ഉമ്മാനെ കാണാൻ പോണ മക്കളെ, അതിനേക്കാൾ മഹബത്തോടെ മദീനയിൽ പോണം. പുണ്യ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഈജിപ്ഷ്യനായ ഒരാള് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം മദീനത്തേക്ക് വന്നൂടാ, ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വരും. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മയെ മറമാടിയത് വേറെ ഏതോ ഒരു രാജ്യത്താണെങ്കിൽ ഉമ്മാനെ സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റുമോ? അയാൾക്ക് മറുപടി ഉണ്ടായില്ല. അതിനേക്കാൾ വരേണ്ട കേന്ദ്രമാണ് ഈ പള്ളിന്റെ പേരെന്താ? മസ്ജിദുൻ നബവി. ഈ പള്ളിക്കുള്ള ബഹുമാനം എന്താ? നബിന്റെ പള്ളി എന്നുള്ള ബഹുമാനം. ഈ പള്ളിക്കുള്ള ബഹുമാനം എന്താ? നബിന്റെ പള്ളി എന്നുള്ള ബഹുമാനം. ഈ പള്ളിക്ക് തന്നെയുള്ള ബഹുമാനം എന്താ? മസ്ജിദുൻ നബവിയുടെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയാണെന്ന ബഹുമാനമാണ്.
ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനം അള്ളാഹു വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം മദീനത്തേക്ക് പോയാൽ അത് പുണ്യകർമ്മമാണ്. إذ جئت طيبة روم زورة قبره أغميت مدهوشا بهيبة قدره. ഞാൻ മദീനത്തേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വന്നതാണ്. മദീനത്ത് വന്നപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലായിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്, ഇത് ജിഅ്തു ത്വയ്യിബത റൗമ സൗറത ഖബരിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്നതാ. ഉഗ്മീതു മദ്ഹൂശൻ ബിഹൈബത്തി ഖദരിഹി. ഇവിടെ നോക്കുമ്പോൾ എല്ലാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൗഢിയാണ് കാണുന്നത്. എനിക്ക് നില കിട്ടുന്നില്ല. അങ്ങനെയായിരുന്നു. അല്ലാഹു തആല നമ്മുടെ ഒക്കെ ഖൽബിൽ ശരിയായ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രാവശ്യം സ്വലാത്തു ചൊല്ലാനും മദീനയിലെത്താനും അവസാനം മദീനത്തൊന്നെത്തണം. അവിടുത്തെ മുവാജഹത്തിൽ നിന്നൊന്ന് സലാം ചൊല്ലണം. അവിടുന്ന് സലാം പറയുന്നതും അടക്കുന്നതൊന്ന് കേൾക്കണം. പിന്നീട് വമൗതൻ സുമ്മ ദഫനം ബിൽ ബഖീഇ. അവിടുത്തെ ചാരത്തൊന്ന് കിടക്കാൻ ഒരർഹത ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഔദാര്യം ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഖൽബ് ഞങ്ങളുടെ സാഫാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ മക്കളെ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളിൽ പെടുത്തണം അല്ലാഹ്. മരണം വരെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങൾ, സ്ഥാപന സംവിധാനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ എല്ലാം നീ ഖബൂൽ ചെയ്തു തരണം അല്ലാഹ്. ഈ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് അവർക്ക് ഒരുപാട് ഖൈറാത്തുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാദൃശ്യമുള്ള ഒരാളെ വിളിച്ചു വരുത്തി ആദരിച്ച മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പറഞ്ഞു വെച്ചത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു പേരക്കുട്ടിയുടെ സാന്നിധ്യം എത്ര വലിയ ബഹുമാനമാണ്. ഞങ്ങളെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഒരു സയ്യിദിന്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുരക്തം വഹിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കലേക്കാണ്, ഒരു മകന്റെ അടുക്കലേക്കാണ്, ഒരു ആദരണീയ സാന്നിധ്യത്തിലേക്കാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഖബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്.